പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും ഡിവൈൻ വിസ്ഡം പ്രയർ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനാ മീറ്റിങ്ങിലേക്ക് കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗ്ഗത്തിൽ ദൈവം തന്ന നിർദ്ദേശപ്രകാരം ഇന്നു മുതൽ നമ്മൾ ഒരു ഓൺലൈൻ വചന പഠന ക്ലാസ്സും ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങും കൂടെ ലൈവായിട്ട് ആരംഭിക്കുകയാണ്. 2020 മുതൽ ഫുൾ ടൈം ദൈവ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. കർത്താവ് തന്ന ഈ അവസരത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ ഒരു കാര്യത്തെ ഓർത്ത്, വിളിച്ചല്ലോ അതിനെ ഓർത്ത് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ ലൈവ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിർദ്ദേശം തന്നിരിക്കുന്നത്. ആ സമയത്ത് ദൈവവചനത്തെക്കുറിച്ച് സ്വർഗ്ഗത്തിൽ ദൈവം തരുന്ന ചിന്തകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് അവസരം ഒരുക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം, കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും ചെയ്യാം. ഒരുപാട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് യൂട്യൂബ് ലൈവിലൂടെ ചെയ്യുന്നത്. കർത്താവേ, ഇത് കേൾക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരും അവരുടെ കുടുംബങ്ങൾ, പ്രദേശങ്ങൾ, ഭവനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, പ്രവർത്തന മേഖലകളെല്ലാം സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരത്താൽ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും ഈ വചനം കടന്നു ചെല്ലണം. ഒത്തിരി ആൾക്കാർ സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരുപാട് എല്ലാ കൃപയും കൊടുക്കണം. കർത്താവ് ഇതിനെ നിയന്ത്രിക്കണം. ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുവചന ഭാഗം ഇന്നക്കെല്ലാം വളരെ പരിചിതമായ തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ജ്ഞാനികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യം, ആരാണ് ജ്ഞാനി? നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജ്ഞാനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള ജ്ഞാനമാണ് നമുക്കറിവുള്ളത്. ഒന്ന് ആത്മീക ജ്ഞാനം, 2 ഭൗതിക ജ്ഞാനം. ഈ ഭൗതിക ജ്ഞാനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ അവസാനം വരെ, മരണസമയം വരെയും നമ്മൾ അറിയുന്ന, പഠിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ ജോലിക്ക് ആവശ്യത്തിന്, മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേടുന്ന ജ്ഞാനത്തെയാണ് ഭൗതിക ജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ആത്മീക ജ്ഞാനം എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെ ജീവിക്കണം, ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഭൗതിക ജീവിതത്തിലുള്ള ജ്ഞാനം ഒരുപാട് നമ്മൾ നേടിയിട്ടുണ്ട്, നമുക്ക് അറിവുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ജ്ഞാനമുണ്ട് എന്ന് വിചാരിക്കുന്നു, പക്ഷേ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ട്, എന്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഇത് പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ദൈവം ജ്ഞാനി ആരാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ യേശു ജനിക്കുന്ന സമയത്ത് യേശുവിനെ കാണാൻ ജ്ഞാനികൾ ബത്ലഹേമിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ചെന്ന് യേശുവിനെ കാണുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഈ ജ്ഞാനിയുടെ പ്രത്യേകത എന്താണ്? യേശു
എവിടെയുണ്ട്, എവിടെ ചെന്നാൽ യേശുവിനെ കാണാൻ പറ്റും, എങ്ങനെ എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് ഒരുവൻ മനസ്സിലാക്കുമ്പോൾ സ്വർഗം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ് ജ്ഞാനി എന്ന്. ഒരുവൻ യേശു എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് സ്വർഗം പറയുന്ന കാര്യമാണ് ആ വ്യക്തി ജ്ഞാനിയാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ നമ്മൾ എവിടെയാണ് നമ്മുടെ യേശു ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ, ആ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ സ്വർഗം നമ്മളെക്കുറിച്ചും പറയും അവൻ ജ്ഞാനിയാണ് എന്ന് പറയും. അപ്പോൾ ഈ ജ്ഞാനിയുടെ പ്രത്യേകത ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. യേശു എവിടെ ജനിച്ചു എന്ന് ആ ജ്ഞാനികൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അവർ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി യേശു അവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഹെറോദസ് രാജാവിന് പറ്റിയ ഒരു പറ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ജ്ഞാനികളും ഹെറോദസ് രാജാവും തമ്മിലൊരു വ്യത്യാസം, ജ്ഞാനികൾ യേശു ജനിച്ച നക്ഷത്രം കണ്ടിട്ടാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ ജ്ഞാനികൾ ജെറുസലേമിൽ ചെന്ന് ഹെറോദസ് രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, യേശു ജനിച്ചിട്ടുണ്ട്, ആ യേശുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഹെറോദസ് രാജാവ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് യേശു ജനിച്ചെന്ന് അറിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ യേശു ജനിച്ച സ്ഥലത്തേക്കുള്ള ആ വഴികാട്ടിയായ നക്ഷത്രത്തെ ഞങ്ങൾ കണ്ടു. ആ നക്ഷത്രത്തിൻ്റെ പുറകെ ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഹെറോദസ് രാജാവിനെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഭാഗം, നിങ്ങൾ പോയി യേശുവിനെ ഞങ്ങളും ആരാധിക്കേണ്ടതിന് നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് എവിടെ ഉള്ളതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇത് പറയുമ്പോൾ ഹെറോദസ് രാജാവ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹെറോദസ് രാജാവ് തൻ്റെ ചാരന്മാരെയോ പട്ടാളക്കാരെയോ ഒന്നും ഇവരുടെ കൂടെ പറഞ്ഞയച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ജ്ഞാനികൾ വന്ന വഴി എന്തെന്ന് ഹെറോദസ് രാജാവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എങ്ങനെ അറിഞ്ഞ്? അവർ പറഞ്ഞത്, ഈ നക്ഷത്രം നോക്കിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഹെറോദസ് രാജാവ് ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ അവർ കണ്ട അതേ നക്ഷത്രം നോക്കിയിട്ട് യേശുവിൻ്റെ അടുത്ത് കടന്നു പോകാം, അതാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഹെറോദസ് രാജാവ് ഈ ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാജാവും പരിവാരങ്ങളോട് കൊട്ടാരത്തിന് പുറത്തിറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കി. ഏത് നക്ഷത്രത്തെ നോക്കിയിട്ടാണ് ഇവർ വന്നത്? രാജാവും മറ്റുള്ളവർ നോക്കുമ്പോൾ ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ കാണുന്നു. അപ്പോൾ ഏത് നക്ഷത്രമാണ് ഇവർ പിന്തുടർന്നത് എന്ന് രാജാവിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ഏത് നക്ഷത്രത്തെ പിന്തുടർന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ, യേശുവിനെ കാണാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒത്തിരി നക്ഷത്രങ്ങൾ കാണുക, പല രീതിയിലുള്ള ആത്മീക പഠന ക്ലാസ്സുകൾ, ബൈബിൾ ക്ലാസ്സുകൾ, അങ്ങനെ പലതും നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മൾ പലതിൻ്റെയും പുറകെ നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ജ്ഞാനി എങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തി. ആ ജ്ഞാനിക്ക് മനസ്സിലായി, എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു നക്ഷത്രം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ നക്ഷത്രത്തെ പിന്തുടർന്നാൽ എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരു വഴികാട്ടിയായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഒരു നക്ഷത്രത്തെ വെച്ചിരിക്കണം. ആ നക്ഷത്രമാണ് നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഈ നക്ഷത്രത്തെ മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്നവനെ ജ്ഞാനിയുടെ ഗണത്തിൽ പെടുത്താം. ഇപ്പം ജ്ഞാനിയുടെ ഗണത്തിൽ ജ്ഞാനി എന്ന് പറയുമ്പോൾ പല ഉദാഹരണങ്ങൾ കർത്താവ് വന്നു. ഒന്ന്, യേശു എവിടെ ജനിച്ചു എന്ന്, യേശു എവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നവനെ, മനസ്സിലാക്കാൻ പറ്റുന്നവനെ ജ്ഞാനി എന്ന് പറയും. രണ്ടാമത്തത്, ഈ യേശുവിൻ്റെ അടുത്തേക്ക് ഉള്ള
വഴി എങ്ങനെ കണ്ടെത്താൻ പറ്റും? അവന് മനസ്സിലായി, ആ നക്ഷത്രത്തെ നോക്കിയാൽ ആ നക്ഷത്രം എന്നെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തും, യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള നക്ഷത്രത്തെ തിരിച്ചറിയാൻ പറ്റുന്നവൻ. അടുത്തത്, ഈ നക്ഷത്രം കാണുമ്പോൾ അവിടെ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ. നമുക്കൊരു വിശ്വാസം കൂടെ വേണം. ഈ നക്ഷത്രം കണ്ടപ്പോൾ ഇത് യേശുവിൻ്റെ അടുത്തേക്കുള്ള വഴിയാണ്, നമ്മളെ അവിടെ എത്തിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് എന്ത് വേണം? മറ്റെല്ലാ നക്ഷത്രത്തെ അവഗണിച്ച് ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ജ്ഞാനിയുടെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആത്മീക ജീവിതത്തിൽ ജ്ഞാനിയാണോ? അതായത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളിത് പരിശോധിക്കാൻ ദൈവം തരുന്ന അവസരം അതാണ്. ആത്മീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ജ്ഞാനിയാണോ? എനിക്ക് യേശു എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വഴികാട്ടി എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിനെ പിന്തുടർന്ന് യേശുവിൻ്റെ അടുത്തെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വർഗം ആ വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയും, ജ്ഞാനി എന്ന് പറയും. കർത്താവ് പറഞ്ഞ കാര്യമാ, നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കി പറ്റത്തുള്ളൂ. എങ്ങനെ എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും? ഏത് വഴിയിലൂടെ യാത്ര ചെയ്താൽ എനിക്ക് യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റും? യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് യേശുവിനെ ആരാധിക്കാൻ, ആ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ വിശ്വാസ ജീവിതം നമ്മളെ പഠിക്കുന്നതും നമ്മൾ പിന്തുടരുന്നതും യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നീ യേശുവിൻ്റെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. നീ ഒരു സ്റ്റെപ്പ് എൻ്റെ അടുത്തേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 10 സ്റ്റെപ്പ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വയ്ക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കർത്താവേ കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലും നല്ലത് നിങ്ങൾ കരുണ ഉള്ളവരായി ജീവിക്കണം. വളരെ മനോഹരമായ ഒരു ഉപമ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ധനവാൻ തൻ്റെ സമ്പത്തെല്ലാം വിറ്റ് വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന നിധി മനസ്സിലാക്കിയിട്ട് ആ വയല് മേടിക്കുന്നവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എവിടാണ്? ഏത് വഴിയിലൂടെ എനിക്ക് സ്വർഗരാജ്യത്തെത്താം എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി ജ്ഞാനിയാണ്. എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക്, എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും? അവനെ സ്വർഗം ജ്ഞാനി എന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരുപാട് ഉപവസിക്കുന്നവരായിരിക്കാം, ഒരുപാട് പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവർ, വചനം കേൾക്കുന്നവരൊക്കെ ആയിരിക്കാം. നമ്മുടെ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തണം. യേശുവിൻ്റെ അടുത്തേക്കുള്ള യഥാർത്ഥ വഴി എനിക്ക് മനസ്സിലാക്കി കിട്ടണം. ഇതില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു പ്രായത്തിൽ, നമ്മുടെ ചെറുപ്പ പ്രായത്തിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതിൽ നിന്ന് ഒത്തിരി പുറകോട്ട് പോയി, വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി പുറകോട്ട് പോയ ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വെച്ച് യേശുവിൻ്റെ അടുത്തേക്ക് എത്തേണ്ടവരാണ് നമ്മൾ. ഇന്ന് പലപ്പോഴും അങ്ങനെ ഒരു വിഷയം സംഭവിക്കാൻ വേണ്ടി കാരണമെന്ന് പറയുന്നത്, ഈ യഥാർത്ഥ നക്ഷത്രം നമ്മൾ കണ്ടെത്തുന്നില്ല. ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ നക്ഷത്രത്തെ നോക്കി തന്നെ യാത്ര ചെയ്യണം. 101 സങ്കീർത്തനത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് സഹായം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടവരാ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടവരാ. അങ്ങനെയെങ്കിൽ നമുക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരും. ദൈവം അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു വഴികാട്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും.
അങ്ങനെയെങ്കിലേ നമുക്ക് കൃത്യസമയത്ത് തെറ്റിപ്പോകാതെ ദൈവസന്നിധിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്ന് എൻ്റെ ദൈവം എനിക്ക് നിർദ്ദേശം തരണം. എൻ്റെ യാത്രയിൽ എൻ്റെ വഴി തെറ്റിപ്പോകാതെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കണം. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ നോക്കി മാത്രമാണ് യാത്ര ചെയ്യുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ലോകത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നവർ ഒരിക്കലും ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് പോകാൻ പറ്റത്തില്ല. അവരുടെ യാത്രയിൽ ചിലപ്പോൾ അവർക്ക് വീഴ്ച പറ്റിയേക്കാം. ഒരു വേള ഈ ജ്ഞാനികൾ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ ആ തെറ്റാണ്, ആ വീഴ്ചയാണ് അവരെ ഹെറോദസ് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് ചെന്ന് നിർത്തിയത്. അവരെ പിന്തുടർന്നു വന്ന നക്ഷത്രം അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമായിരുന്നു. എന്നാൽ അവര് ആ സമയത്തെടുത്തൊരു തീരുമാനം, അത് വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരായിരിക്കണം. യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. ആ യേശുവിനെ കാണുമ്പോഴേ നമുക്ക് യേശുവിനെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിനെ കണ്ടവര് യേശുവിൻ്റെ അടുത്ത് ചെന്ന് അമ്മയെയും കുഞ്ഞിനെയും കണ്ടു, യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. യേശുവിന് തങ്ങൾ കൊണ്ടുവന്ന കാഴ്ച അർപ്പിച്ചു. ഒരു കൊച്ചു കാര്യം കൂടി കർത്താവ് ഓർപ്പിക്കുകയാണ്. വെറും കൈയോടെ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് പോകരുത്. യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ കാഴ്ച അർപ്പിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. വെറും കൈയോടെ അവിടെ പോയിട്ട് യേശുവിനെ കണ്ടുവരാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരിക്കൽ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്നോടൊരു ചോദിച്ചു, ദൈവം, നീ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നീ പല കാര്യങ്ങൾ, ഭൗതിക ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ, വണ്ടി, വീട്, അങ്ങനെ പല പല കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നീ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പലരും ഇതൊക്കെ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് മേടിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് ചോദിച്ചൊരു ചോദ്യം, നീ തിരിച്ച് സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഇതിൽ എന്ത് കൊണ്ടുവരും? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റേതെന്ന് കരുതിയത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചൊന്നും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവനെ പഠിപ്പിച്ചൊരു കാര്യവുമുണ്ട്, മോനെ, നീ നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നിന്റെ പ്രാർത്ഥന നിയോഗങ്ങളെ, നിന്റെ പ്രാർത്ഥനയെ ഒന്ന് പരിശോധിക്കണം. ഇന്നുപോലെ നീ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലേക്ക് വരുമ്പോൾ വെറും കൈയോടെ വരാതെ, അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തേലും നിന്റെ കയ്യിൽ വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതായിരിക്കണം ഇന്നു മുതലുള്ള നിന്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞ, കർത്താവേ, എനിക്കിത് അറിവില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥനയെ ഞാൻ മാറ്റി. എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിന് പ്രാർത്ഥിക്കത്തില്ല. കർത്താവ് പറഞ്ഞത്, മോനെ, നീ എന്താവശ്യപ്പെടും എന്ന് അറിയുന്നതിന് മുമ്പേ, പറയുന്നതിന് മുമ്പേ അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ജ്ഞാനം നിനക്ക് ആവശ്യമാണ്. എൻ്റെ ഹൃദയം നിന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്താഗ്രഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഈ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ചേരത്തില്ല. യേശുവിൻ്റെ അടുത്തേക്ക് അവസാനം ഈ യാത്രയിൽ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നവൻ, സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ യാത്രയിൽ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് അവസാനം സ്വർഗത്തിൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ
കർത്താവ് നമ്മളെക്കുറിച്ച് ജ്ഞാനി എന്ന് പറയത്തില്ല. ഇത് മനസ്സിലാക്കി ഈ വഴിയിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് വചനത്തിന് അടിസ്ഥിതമായിട്ട് ആത്മാവ് നയിക്കുന്നത് പോലെ ജീവിക്കുന്നവനെ സ്വർഗം ജ്ഞാനി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനാ മീറ്റിംഗ് കേൾക്കുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ, എപ്പോഴൊക്കെ ഈ മീറ്റിംഗ് കേൾക്കാൻ കർത്താവ് ആൾക്കാരെ ഉപയോഗിക്കുന്നുവോ ആ സമയത്ത് ദൈവമേ ആ വ്യക്തിയുടെ മേൽ വലിയ ദൈവകൃപ വ്യാപരിക്കണം. ചിലപ്പോൾ കർത്താവെ മാനസിക പ്രയാസങ്ങൾ, ജീവിതത്തിലെ വേദനകൾ, കർത്താവ് ദുഃഖങ്ങളും ദുരിതങ്ങളും, പലവിധ രോഗങ്ങളും, കർത്താവെ ഈ ഭൂമിയിൽ ഒത്തിരി വിഷയങ്ങളുമായിട്ടാണ് ദൈവസേന വരുന്നതെങ്കിൽ കർത്താവെ ഈ സമയത്ത് സ്വർഗം അവരുടെ മേൽ ഇറങ്ങി വരണം. കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരണം. വലിയ ദൈവാനുഭവം അവർ നയിക്കണം. കർത്താവ് ആശ്വാസദായകനായ ദൈവം ആശ്വാസമായിട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലണം. രോഗികളെ സൗഖ്യപ്പെടട്ടെ കർത്താവ്. സാമ്പത്തിക പ്രയാസങ്ങൾ മാറട്ടെ കർത്താവ്. പിശാചിൻ്റെ കെട്ടിൽ കിടക്കുന്നവർ കർത്താവിൻ്റെ അത്ഭുതകരത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലോ കർത്താവ്. ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ദ്വേഷിക്കപ്പെട്ടിട്ടുള്ളവർ, അവരെല്ലാം കർത്താവ് ഈ സമയം ചെന്ന് ചേർത്ത് പിടിക്കണം. വലിയ ദൈവപ്രവൃത്തി ഇത് കേൾക്കുന്നവരിലേക്കും അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും എല്ലാം കടന്നു ചെല്ലണം. വലിയൊരു മാറ്റത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് കർത്താവ് എല്ലാം കൊണ്ടുവരണം. കേൾക്കുന്ന കൊച്ചു കൊച്ചു ദൈവിക ചിന്തകൾ, വചനത്തിൻ്റെ ചിന്തകൾ അവരെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കട്ടെ കർത്താവ്. അതവരെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കാനും ദൈവം തരുന്ന വചനത്തിൻ്റെ കൊച്ചു കൊച്ചു ചിന്തകൾ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കേൾക്കാനും പ്രാർത്ഥിക്കാനും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ ആ കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവം അവസരം ഒരുക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ വചനത്തിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും. ദൈവം അങ്ങനെ ചിന്ത തരുവാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.